ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം PSCയിൽ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് SCRT ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് SCRT 10th സ്റ്റാൻഡേർഡ് SCRT ടെക്സ്റ്റ് ബുക്കിലെ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റുകളിലേക്ക് പോവാം. ഫസ്റ്റിലെ നമുക്ക് പൊതു ചെലവുകൾ എന്താണെന്ന് നോക്കാം. പൊതുവെ പൊതു ചെലവുകൾ വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കാം. പൊതു ചെലവുകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. ഓക്കെ, അതെ, വികസന ചെലവുകളെന്ന് പറയുമ്പോൾ അതിൽ തന്നെ പേരിൽ തന്നെ വേണം വികസനത്തിന് വേണ്ടിയിട്ടുള്ളത്. അതായത് റോഡ്, പാലം, തുറമുഖം, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ പണിയാൻ വേണ്ടി സർക്കാർ എടുക്കുന്ന ചെലവുകളെല്ലാം വികസന ചെലവുകളിലാണ് വരുന്നത്. ഇനി വികസനേതര ചെലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് യുദ്ധവുമായിട്ട് പെട്ടെന്ന് സർക്കാർ എന്തെങ്കിലും ചെലവ് ചെയ്യുക, പിന്നെ പലിശ കൊടുക്കുക. ഓക്കെ, ഇപ്പം പോസ്റ്റ് ഓഫീസ് സ്കീമിൻ്റെ അകത്തൊക്കെ ഡെപ്പോസിറ്റ് വരുന്ന പലിശ കൊടുക്കുക, അത് പിന്നെ പെൻഷൻ കൊടുക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് വികസനേതര ചെലവുകളിൽ വരുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ചെലവുകളാണുള്ളത്, വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പൊതുവരുമാനം. അപ്പോൾ ചിലവ് രണ്ടായിട്ടാണ്, അതുപോലെ തന്നെ നമുക്ക് വരുമാനവും നോക്കാം. പൊതുവരുമാനത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനങ്ങളെന്നും ഉണ്ട്. നികുതി വരുമാനമുണ്ട്, നികുതിയേതര, അതായത് നികുതിയിലൂടെ കിട്ടുന്ന വരുമാനമുണ്ട്, നികുതിയിലൂടെ അല്ലാത്ത രീതിയിലും നമുക്ക് സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നികുതി വരുമാനത്തിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും തിരിച്ചിട്ടുണ്ട്. അത് ഈ നികുതി, അപ്പോൾ പൊതുവരുമാനം രണ്ടാണ്, നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. അത് ഈ നികുതി വരുമാനത്തിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നു, പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കണം. ഓക്കെ, ഇവിടെ ഭൂനികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണ്. ഇത്തരം നികുതികളെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടുവാടക എന്ന് പറയുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് വീട്ടുവാടക എന്ന് പറയുന്നത് നമ്മുടെ പേരിൽ തന്നെ ആണല്ലോ ഭൂനികുതി ചുമത്തുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ആ ഭൂനികുതി അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് പ്രത്യക്ഷ നികുതി വരുന്നത്. ഓക്കെ, ഇനി പരോക്ഷ നികുതി എന്ന് നോക്കാം. അതായത് പ്രത്യക്ഷ നികുതികൾക്ക് എക്സാമ്പിളും കൂടെ നോക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, വ്യക്തിഗത ആദായ നികുതി, നമ്മുടെ വീട്ടുകാരൊക്കെ അടയ്ക്കുക എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി, പ്രത്യക്ഷ നികുതിയും വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതിയിൽ ഉള്ള എക്സാമ്പിളാണ്. ഇനി പരോക്ഷ നികുതി എന്തുവാണെന്ന് നോക്കാം. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാൾ ചുമത്തപ്പെടുന്ന ഭൂനികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതാണ് മെയിൻ പോയിൻ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രത്യക്ഷ നികുതിക്കകത്താണെങ്കിൽ നികുതി ചുമത്തുന്ന ആളിൽ തന്നെ നികുതി അടയ്ക്കണം. പക്ഷേ പരോക്ഷ നികുതിയിലെന്ന് പറഞ്ഞാൽ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്കും എന്ത് ചെയ്യാം, കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ്. അതായത് ഈ ഉദാഹരണമായിട്ട് വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ പോയി ഒരു വ്യാപാരിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ നികുതി ഭാരവും നമ്മളിലോട്ട് കൈമാറുന്നുണ്ട്. അതായത് നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നമ്മൾ എന്ത് ചെയ്യും, നികുതിയും കൊടുക്കും. ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. അപ്പം ഇതാണ് മെയിനായിട്ട് പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുത്തുന്നത്. പരോക്ഷ നികുതി GST എന്ന് പറയുന്നത് ചരക്കു സേവന നികുതികൾ, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, പരോക്ഷ നികുതികൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി GSTയിൽ ലയിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നികുതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. GSTയിൽ ലയിപ്പിച്ചിട്ടുള്ളതാണ് കേന്ദ്ര എക്സൈസ് തീരുവ, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. അപ്പോൾ GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി,
കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. അപ്പോൾ ഇത്രയും നികുതികൾ GSTയിൽ ലയിപ്പിക്കപ്പെട്ടതാണ്. കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇനി അടുത്തതാണ്, അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ജി എസ് ടി എന്ന് പറയുന്നത് നോക്കാം. GST നിലവിൽ വന്ന എന്നാണ് 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. ഓക്കെ, 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. അപ്പോൾ GSTയിലെന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആർക്കാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മൊത്തം വിറ്റുവരവ് നോക്കുമ്പോൾ അത് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇപ്പോൾ വ്യാപാരികൾ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. 20 ലക്ഷത്തിൽ കുറഞ്ഞ് നിൽക്കുന്നവർക്കൊന്നും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചരക്ക് സേവന നികുതികൾ തന്നെ പല ടൈപ്പ് ചരക്ക് സേവന നികുതികളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് GST ഉണ്ട്, സെൻട്രൽ GST ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട്. 3 ടൈപ്പ് നികുതികളാണ് പ്രധാനമായിട്ട്. ചരക്ക് സേവന നികുതികൾ 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് GST, സെൻട്രൽ GST, ഇൻ്റഗ്രേറ്റഡ് GST. അപ്പോൾ അതിൽ സെൻട്രൽ GST എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ GST എന്ന് കേൾക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നതാണ് സെൻട്രൽ GST എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നതാണ് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്തത് എന്ത് ചെയ്യും? കേന്ദ്രവും സംസ്ഥാനവും കൂടെ തുല്യമായിട്ട് അവർ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓക്കെ, അന്തർ സംസ്ഥാന, അതായത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് എന്തെങ്കിലും ചരക്കുകളോ സേവനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ക്രയവിക്രയം നടത്തുവാണെങ്കിൽ അതിൻ്റെ GST അല്ലെങ്കിൽ അതിൻ്റെ നികുതി പിരിക്കുന്നതെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓക്കെ, അതാണ് ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. ഇനി GST നിരക്കുകൾ നോക്കാം. പ്രധാനപ്പെട്ട GST നിരക്കുകൾ എന്ന് പറയുന്നത് 5%, 12%, 18%, 28% എന്നീ 4 സ്ലാബുകളിലായിട്ടാണ് നികുതി നിരക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 5, 12, 18, 28. 5, 12, 18, 28. ഇനി GST സമിതിയെ പറ്റി നമുക്ക് നോക്കാം. GST സമിതിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ചെയർമാനായിട്ട്. GST സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ഓക്കെ, പിന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയും പിന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും ധനകാര്യമന്ത്രിമാരും അംഗങ്ങളും എല്ലാം കൂടി ചേർന്നാണ് GSTയുടെ കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു GST ലയിപ്പിച്ചവ കുറേ എണ്ണത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു. ഇനി GSTയുടെ പരിധിയിൽ പെടാത്തത് എന്തൊക്കെയാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഓക്കെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതം, വിമാന ഇന്ധനം ഇതൊന്നും തന്നെ GSTയുടെ പരിധിയിൽ വരുന്നില്ല. പിന്നെ വൈദ്യുതി GSTയുടെ പരിധിയിൽ വരുന്നില്ല. മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി സർചാർജും സെസ്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, നികുതിക്ക് നമ്മൾ നികുതി അടയ്ക്കും. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നികുതി അടയ്ക്കും. എന്നാൽ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് എന്തെന്ന് പറയുന്നത്? സർചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ സർചാർജ് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് സർചാർജ് ചുമത്തുന്നത്. നമ്മുടെ വരുമാന നികുതിയുടെ സാധാരണയായിട്ടുള്ള വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സർചാർജായിട്ട് ഈടാക്കുക ഉള്ളൂ. ഇതാണ് സർചാർജ് എന്ന് പറയുന്നത്, സർചാർജിനെ പറ്റി. ഇനി സെസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. അപ്പോൾ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് എന്ത്? സർചാർജ്. എന്നാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന നികുതിയാണ് അധിക നികുതിയാണ് സെസ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം.
ഇനി നമുക്ക് നോക്കാം കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികൾ നോക്കാം. കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, വ്യക്തിഗത ആദായ നികുതി, GST, പിന്നെ സംയോജിത അതായത് ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. ഇത്രയും കേന്ദ്ര സർക്കാർ. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഭൂനികുതി ഇതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വസ്തു നികുതി, തൊഴിൽ നികുതി എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയാണ്. ഓക്കെ. ഇനി അതുപോലെ നികുതിയേതര വരുമാന സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു. നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. ഇത്രയും പറഞ്ഞത് നമ്മൾ നികുതി വരുമാനമുണ്ട്. നികുതിയേതര വരുമാനം എന്താണെന്ന് നോക്കാം. ഫീസ്, അതായത് സർക്കാർ സേവനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഒരു വരുമാനമാണ് സർക്കാരിന്. പിന്നെ ഫൈനുകളും പെനാൽറ്റികളും, നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷ ഫൈനുകളായിട്ട് പെനാൽറ്റി ആയിട്ട് നൽകുന്നു. ഇതും എന്താണ്, ഒരു നികുതിയേതര വരുമാനമാണ് സർക്കാരിന് കിട്ടുന്നത്. പിന്നെ ഗ്രാൻറ്റ്, ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റുകളെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ പലിശ, പിന്നെ ലാഭം, ഇതൊക്കെ എന്താണ്, നികുതിയേതര വരുമാനങ്ങളാണ്. ഇനി പൊതുകടം എന്താണെന്ന് നോക്കാം. സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം എന്നറിയപ്പെടുന്നത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വായ്പകൾ സർക്കാർ വാങ്ങുന്നുണ്ട്. ഇതിനെ ആഭ്യന്തര കടമെന്നും വിദേശ കടമെന്നും അറിയപ്പെടുന്നു. ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. എന്നാൽ വിദേശ കടമോ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഇപ്പോൾ ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ വാങ്ങുന്നത്. വിദേശ കടം എന്ന് പറഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ വായ്പകൾ വാങ്ങുന്നതിനെ വിദേശ കടം എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, പിന്നെ ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. ഇത്രയാണ് പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. ഓക്കെ. ഇനി ധനനയം എന്നാൽ എന്താ, അതായത് ഫിസ്ക്കൽ പോളിസി. ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നമുക്ക് നോക്കാം. ധനനയം എന്ന് പറയുന്നത് രാജ്യ പുരോഗതിയെയാണ് സ്വാധീനിക്കുന്നത്. ഓക്കെ. ധനനയം എന്ന് പറഞ്ഞാൽ പൊതുവരുമാനം, പൊതു ചിലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാരിനുള്ള നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. ധനനയം രാജ്യത്തിൻ്റെ പുരോഗതിയാണ് സ്വാധീനിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനുമാണ് നല്ല ധനനയം വഴി സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക എന്നിവയൊക്കെയാണ് ധനനയം അതായത് ഫിസ്ക്കൽ പോളിസി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ്. 10th ക്ലാസ്സിലെ SSCRT ടെക്സ്റ്റ് ബുക്സിലെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ ഓർത്തു വെക്കുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ. താങ്ക് യു.